സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഈ നമ്മൾ വടി കൊടുത്ത് അടിമേടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ വെറുതെ പോയ അടി ചോദിച്ചു വാങ്ങിയ സ്വഭാവം, അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന സ്വഭാവം പണ്ടേ ഋതുവിനുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഋതുവിന്റെ തനി സ്വഭാവം കാണിച്ചു. പക്ഷെ ഋതു വിചാരിച്ചത് തന്റെ ചേച്ചിയുടെ ഭർത്താവിനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താം, എന്നിട്ട് വീട്ടിൽ നിന്നും ഇറക്കി വിടാം, ആ ജോലി തന്നെ രാജിവെപ്പിക്കുന്ന രീതിയിൽ ഒരു അവസ്ഥ ഉണ്ടാക്കാം എന്നൊക്കെ ഋതു വിചാരിച്ചു. പക്ഷെ ഏറ്റില്ല, സംഭവം ഏറ്റില്ല. അവിടെ സ്കോർ ചെയ്തതോ ഹരിയുമായിരുന്നു. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും പൊന്നുമടത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഹരി തന്റെ ആ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ, അത് സ്വന്തം വീടാണെങ്കിൽ പോലും നമ്മൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ആ ഒരു ബിസിനസിന്റെ മൈൻഡായിട്ടല്ലേ പോകണ്ടേ. അതുപോലെ ഋതു പറഞ്ഞ കാര്യങ്ങളിൽ ഓരോ ചോദ്യങ്ങളും തന്റെ അനിയത്തി ചോദിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അവൾക്ക് ജാടയുണ്ടെങ്കിലും അതിന്റെ ഒരു തലക്കനം കാണിക്കാതെ ഋതു പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഹരി മറുപടി പറയുകയും എല്ലാവർക്കും ആ ഒരു വാക്യൂം ക്ലീനറിന്റെ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി അതിന്റെ ഫുൾ പോയിന്റും എടുത്തു പറഞ്ഞ് അവരെ കൊണ്ട് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഇടയ്ക്ക് വെച്ച് ഋതുവിനിട്ടൊരു കൊട്ടും കൊടുത്തു. പക്ഷെ നമ്മളെ പാവം ബുദ്ധിയില്ലാത്ത ഋതുവിന് അത് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. എന്തായാലും കാര്യങ്ങളെല്ലാം ശുഭമായി, ഹരിക്ക് എല്ലാം സെറ്റായി. ഹരിയുടെ ആ ഒരു പെർഫോമൻസ് അവിടെ കൃത്യമായിട്ട് കാഴ്ചവെക്കാനായിട്ട് ഹരിക്ക് സാധിച്ചു. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ, ഋതു ആദ്യമേ വിചാരിച്ചതാണ് ഹരിയെ നാണം കെടുത്തുക എന്നുള്ളത്. അത് ഏത് വിധേനയും ഋതു അത് പ്രാവർത്തികമാക്കും. ഉടനെ ഹരിയോട് പറഞ്ഞു, ഇതെന്തായാലും എല്ലാവരും പറയുന്ന പോയിന്റ് തന്നെയാണ് ഹരിയും ഇവിടെ ആവർത്തിച്ച് പറഞ്ഞത്. അതുകൊണ്ട് വേറെ ഒന്നും എനിക്ക് വേണ്ട, ഈ വാക്യൂം ക്ലീനർ ഇത് ഉപയോഗിച്ച് കാണിക്കണം. അപ്പൊ ഇത് ഉപയോഗിച്ച് കാണിക്കേണ്ട റൂം എന്ന് പറയുമ്പോൾ എന്റെ ചേച്ചിയുടെ റൂം ഭയങ്കരമായിട്ട് പൊടിയും അഴുക്കും ഒക്കെ ആയിട്ട് കിടക്കുവാണ്, അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരണം. സത്യം പറഞ്ഞാൽ ഋതു ഉദ്ദേശിച്ചത് ചേച്ചിയുടെ ഭർത്താവായ ഹരിയാണ് അവിടുത്തെ അഴുക്കും പൊടിയും എന്നാണ് ഋതു പറയാതെ പറഞ്ഞത്. അത് ഹരിക്ക് മനസ്സിലായി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയത് സഹിക്കാൻ പറ്റാതെ അച്ചു കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി. ഹരിക്കും അത് സഹിച്ചില്ല, ഹരിയും പിന്നാലെ പോയി. എന്തായാലും ഋതു വിചാരിച്ച കാര്യങ്ങൾ നടന്നു. ഹരിയെ ഒരു ജോലിയും ചെയ്യിക്കാതെ, അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്നും ഹരിയെ പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥ വരെ ഋതു കൊണ്ടെത്തിച്ചു. ചെന്നതിന് ശേഷം അച്ചു ഒരുപാട് പൊട്ടി കരയുവാണ്. കരയുന്ന സമയത്ത് ഹരി പതുക്കെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഹരി തന്റെ ആ ഒരു വിഷമം അച്ചുവിനോട് പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ വീട്ടിലോട്ടാണ് എന്നെ എന്റെ കഴിവ് തെളിയിക്കാനായിട്ട് കൊണ്ടുവരുന്നത് ഇവിടേക്കാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നല്ല. എന്നോട് ക്ഷമിക്കണം അച്ചു, ഞാൻ കാരണം നീ ഒരുപാട് നാണം കെട്ടു, എല്ലാവരുടെ മുന്നിൽ നീ നാണം കെട്ടു എന്നൊക്കെ പറഞ്ഞ് തന്റെ ആ ഒരു വിഷമങ്ങള്, തന്റെ ആ ഒരു സങ്കടങ്ങളെല്ലാം അച്ചുവിനോട് ഹരി പറഞ്ഞു. സത്യം പറഞ്ഞാൽ അച്ചു കരഞ്ഞത് ഹരി തന്നെ അപമാനിച്ചു, അല്ലെങ്കിൽ ഹരി ഇങ്ങനൊരു ജോലി ചെയ്യുന്നു അതൊന്നും അല്ല അച്ചുവിനെ കരയിപ്പിച്ചത്. ഹരി ഒരു ഓട്ടോ ഓടാൻ പോകുന്നു, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ചു ആവശ്യപ്പെട്ട ഒരൊറ്റ കാര്യം, പൊന്നുമടം തറവാടിന്റെ ആ ഒരു മഹിമ, ആ ഒരു കുടുംബത്തിനെ ചേരുന്ന ഒരു ജോലിയെ ചെയ്യാവൂ എന്ന് മാത്രമാണ് അച്ചു ആവശ്യപ്പെട്ടത്. എന്നാൽ താൻ പറഞ്ഞ ആ ഒരൊറ്റ കാര്യം കൊണ്ട്, ആ ഒരൊറ്റ കാര്യം അനുസരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു കാര്യം ഹരി ചെയ്തില്ലേ? ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഹരി ഇത്രയും നാണം കെട്ട് എല്ലാവരുടെയും മുന്നിൽ നിന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഹരിയോട് കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവരുടെ ആ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു സ്വാതി വന്നിട്ട് അച്ഛനോട് പറയുന്നത്, നിങ്ങളെ രണ്ടുപേരെയും പല്ലവി വിളിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് താഴോട്ട് ചെല്ലണം. എന്തായാലും ഹരിയുടെ ആ ഒരു ജോലി പോയി കിട്ടിയെന്ന് ഹരിക്ക് ഉറപ്പായി. ഋതു ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധേനയും ആ ഒരു ജോലി പോകാനായിട്ട് ഋതു ഇനിയും ശ്രമിക്കും. താഴെ ചെന്നപ്പോൾ വേറെ ഒന്നിനുമല്ല, ഹരിക്ക് ഒരു ബിസിനസ് തുടങ്ങാനായിട്ടുള്ള ഒരു ഐഡിയ പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി ഹരിയെയും അച്ഛനെയും താഴോട്ട് വിളിച്ചതിന് ശേഷം ഹരിയോട് ചോദിച്ചു, ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിന്റെ ബാക്കിയുള്ള ഐഡിയാസ് എങ്ങനെയാണ്, നിനക്ക് നാണക്കേടുണ്ടായോ, നിനക്ക് സങ്കടമുണ്ടോ, ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഹരിയോടും അച്ചുവിനോടും ആയിട്ട് ചോദിച്ചു. എന്നാൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നും അച്ചു പറഞ്ഞതുപോലെ ഈ ഒരു കുടുംബത്തിന് മഹിമയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു ജോലിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഋതു ഇടപെട്ടത് കൊണ്ട് തന്നെ ആ ജോലി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് പല്ലവി ഒരു ഐഡിയ പറഞ്ഞത്, എന്തുകൊണ്ട് ഹരിക്ക് ഒരു ബിസിനസ് തുടങ്ങിക്കൂടാ?
ഹരിയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ബിസിനസ് തുടങ്ങാനായിട്ട് ഒരുപാട് പൈസ വേണം. അപ്പോൾ താൻ എങ്ങനെ ഒരു വിഷം വാങ്ങിച്ച് തിന്നാൻ പോലും പൈസ ഇല്ലാത്ത ഹരി ഇത്രയും ബിസിനസ് എങ്ങനെ നോക്കി നടത്തും, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള വരുമാനം എവിടെ എന്നായിരുന്നു ഹരിയുടെ ചിന്ത. അപ്പോൾ പല്ലവി തന്നെ അതിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. ഈ നമ്മൾ ഒരു ഈടും വെക്കാതെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ നമുക്ക് ബാങ്ക് ലോണുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് ഹരി അത് ട്രൈ ചെയ്തുകൂടാ? അത് മാത്രമല്ല, അങ്ങനെ ഒരു ബാങ്ക് ലോൺ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് മെറ്റീരിയൽ മാത്രം എടുത്താൽ മതി. എന്നിട്ട് നൈറ്റി ബിസിനസ് തുടങ്ങിയാൽ മതി. ഇപ്പോൾ സാധാരണക്കാർ മുതൽ വലിയ വീടുകളിലെ ആൾക്കാർ പോലും ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാണ് നൈറ്റി എന്ന് പറയുന്നത്. അതിപ്പോൾ വിറ്റ് പോയി ഒരുപാട്, നമ്മളിപ്പോൾ കുറച്ച് സാധനം എടുത്ത് വിറ്റാൽ പോലും നമ്മൾ മുതൽ മുടക്കുന്നതിനേക്കാളും നല്ല ലാഭം നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ബാക്കി സാധനങ്ങൾ മാത്രം എടുത്താൽ മതി, നമുക്ക് കമ്പനി ഒന്നും വേണ്ട, വീട്ടിൽ നിന്ന് തന്നെ തയ്ക്കാം. ബേബി ചേച്ചി എന്തായാലും തയ്ച്ച് സഹായിക്കും. പിന്നെ നമുക്ക് അതിൽ നിന്നും തുടക്കം കുറിക്കാം. പിന്നെ കുറേശ്ശെ വളർന്നു വരാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു ജോലിയിൽ, അല്ലെങ്കിൽ ഹരി ഒരു ബിസിനസ് മാനായിട്ട് മാറാനായിട്ട് പോകുവാണ്. ഇത്രയും നാളും എല്ലാവരും ഋതു അടക്കം ഹരിയെ ചവിട്ടി താഴ്ത്തിയപ്പോൾ അവിടെ നിന്ന് ഹരി ഉയർന്നു വരാൻ വേണ്ടിയിട്ട് പോകുവാണ്. ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. ഇതിനിടയിൽ മറ്റൊരു സംഭവമാണ് നമ്മുടെ പൊന്നുമടം തറവാട്ടിൽ നടന്നത്. എന്താണെന്ന് അറിയണ്ടേ? വേറെ ഒന്നുമല്ല, ഋതു ഒരുപാട് പൈസ ആ ഒരു നമ്മുടെ പൂർണിമ ടെക്സ്റ്റൈൽസിൽ നിന്നും തട്ടിയെടുത്തതാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അത് തട്ടിയെടുത്തത് തന്നെയാണ്. അതുകൊണ്ട് സേതു ഒരു തീരുമാനം മുന്നോട്ട് വെച്ചു. ഋതു ഇനി അക്കൗണ്ടിൽ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ 1 രൂപ പോലും ഋതുവിന് കൊടുക്കണ്ട. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ മാസവും ഒരു ശമ്പളമായിട്ട് ഋതുവിന്റെ ചെലവിനായിട്ട് കുറച്ച് തുക ഋതുവിന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാം, അല്ലാതെ ഒരു പൈസയും കൊടുക്കണ്ട എന്ന് ഋതുവിനോട് കുറുപ്പമാവൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപാടെ തന്നെ ഋതുവിന് ദേഷ്യം വന്നു. എന്നാൽ കുറുപ്പമാവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും നീ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നീ പല്ലവിയോടും സേതുവിനോടും ചോദിച്ചാൽ മതി, അവരാണ് എന്നോട് പറഞ്ഞത്, ഞാൻ അതനുസരിക്കുന്നു. ഇത് കേട്ടപാടെ തന്നെ കലി തുള്ളിയ ഋതു നേരെ വീട്ടിലോട്ട് പോയി. ഈ സമയത്ത് പല്ലവിയുടെ കൈയൊക്കെ വേദന ആയതുകൊണ്ട് തന്നെ തൈലൊക്കെ ഇട്ട് തേച്ച് പിടിപ്പിച്ച് പല്ലവിയെ ശുശ്രൂഷിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു ഋതു കയറി വരുന്നത്. കയറി വന്ന പാടെ തന്നെ ഋതു ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്, എന്നെ തടയാനായിട്ട് നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ടെന്നാണ് സ്വന്തം ചേട്ടന്റെ മുഖത്ത് നോക്കി ഋതു ചോദിച്ചത്. അത് കേട്ടപാടെ തന്നെ ഇപ്പോൾ ഋതു എന്ത് ചോദിച്ചാലും, അനിയത്തിയാണെങ്കിലും ആരാണെങ്കിലും ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് മറുപടി സേതു കൊടുക്കും. അതുപോലെ തന്നെ ഋതുവിന്റെ വായടപ്പിക്കുന്ന രീതിയിൽ മറുപടി കൊടുത്തപ്പോൾ ഋതുവിനൊന്നും പറയാനായിട്ടുണ്ടായില്ല. പകരം ബാക്കി സംസാരിച്ചത് പല്ലവിയാണ്. ഈ കുടുംബത്തിലെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചതും കോടികളുടെ നഷ്ടം ഉണ്ടാക്കി വെക്കുന്ന അവസ്ഥ വരെ എത്തിച്ചതും നീയാണ്. അതുകൊണ്ട് തന്നെ നിനക്കിനി 1 രൂപ പോലും ഈ നമ്മുടെ കമ്പനിയിൽ നിന്നും തരത്തില്ല എന്നും, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഒരു തുക എല്ലാ മാസവും ഒരു ചെലവിനായിട്ടുള്ള ഒരു തുക അക്കൗണ്ടിൽ ഇട്ട് തരും, അല്ലാതെ പ്രത്യേകിച്ച് ഒരു പൈസയും തരത്തില്ല, അല്ലെങ്കിൽ നീ അക്കൗണ്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ തരത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം ചോദിച്ചുകൊണ്ട് ഇവരുടെ ഈ ഒരു തീരുമാനത്തിൽ തനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമയുടെ അടുത്തേക്കും ഋതു പോയി. പക്ഷേ അവിടെയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഋതുവിന് അവിടെ ഒരു മുട്ടൻ പണി തന്നെ കിട്ടുകയും ചെയ്തു. പൂർണിമ ഇപ്പോഴും പല്ലവിക്കും സേതുവിനും ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഋതുവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഋതു മറ്റൊരു വെല്ലുവിളി ഉയർത്തി. വേറൊന്നുമല്ല, ഇനി എന്തായാലും എന്നെ ഇത്രത്തോളം ഈ ഒരു എല്ലാവരുടെയും മുന്നിൽ അപമാനിച്ച സ്ഥിതിക്ക് ഇതിന് ഞാൻ നിങ്ങളോട് പകരം വീട്ടിയിരിക്കും, ഇതിന് ഞാൻ പണി തന്നിരിക്കും എന്നാണ് ഋതുവിന്റെ വെല്ലുവിളി. ഇനി എന്താണ് സംഭവിക്കുക? ഋതു ആണെങ്കിൽ ഈ വൈരാഗ്യ ബുദ്ധിയുള്ള ഒരാളാണ്. അതിന് കൃത്യമായിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അറിയാലോ. ഇനി എന്തായിരിക്കും സംഭവിക്കുക? സ്വന്തം അനിയത്തിയെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് ഇനി എന്തൊക്കെ പരിപാടികളായിരിക്കും, എന്തൊക്കെ ആയിരിക്കും ഇനി സേതു ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.